ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ റമദാനിലാണല്ലോ കൂടുതൽ ആളുകളും ജക്കാത്ത് കണക്ക് കൂട്ടുകയും അത് കൊടുക്കാൻ കൂടുതൽ സന്നദ്ധരാവുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നല്ല കാര്യമാണ്. സൽക്കർമ്മങ്ങൾക്കൊക്കെ 10 മടങ്ങോ 70ഉം 700ഉം ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന റമദാൻ ദാനധർമ്മങ്ങൾക്കും ജക്കാത്തിനും വേണ്ടി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. അതോടൊപ്പം ജക്കാത്തിനെ കുറിച്ച വിഷയങ്ങൾ പഠിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ 60ാമത്തെ സൂക്തത്തിലാണ് ജക്കാത്തിനെ കുറിച്ച പരാമർശമുള്ളത്. ആ ആയത്തിൻ്റെ പഠനം യഥാർത്ഥത്തിൽ ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ജക്കാത്തിന് വേണ്ടി നാം തിരഞ്ഞെടുക്കുമ്പോൾ പഠിക്കുമ്പോൾ ആദ്യമായി ഉൾക്കൊള്ളേണ്ടത്. ഞാൻ സൗദിയിലായിരിക്കുന്ന സമയത്ത് സൗദി തലസ്ഥാനത്തെ റിയാദിലെ കിങ് ഖാലിദ് മസ്ജിദിലെ ഇമാമായിരുന്ന ഷെയ്ഖ് ആദിൽ സാലിം കെൽബാനി എന്ന പണ്ഡിതനിൽ നിന്ന് കേട്ട, അദ്ദേഹം പിന്നീട് ഹറമിൽ വരെ ഇമാമായിരുന്നു ഒരല്പകാലത്തേക്ക്, അദ്ദേഹത്തിൽ നിന്ന് കേട്ട ഒരു ഭാഷാപരമായ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാക്കീൻ വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും എന്ന് തുടങ്ങുന്ന ആയത്തിൽ 8 വിഭാഗം ആളുകൾ, ജക്കാത്തിന് അർഹരായ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ 4 ആളുകളെ, അൽ ഫുഖറ വൽ മസാക്കീൻ വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, ഇത് 4 വിഭാഗത്തെക്കുറിച്ച് പറയുന്നത് ലിൽ ഫുഖറ, ലാമ് പ്രയോഗിച്ചുകൊണ്ടാണ്. അത് അവർക്കുള്ളതാണ്, അവർക്ക് വേണ്ടിയാണ് നൽകേണ്ടത് എന്നതാണ്. അടുത്ത 4 വിഭാഗത്തെ വഫിർ റിഖാബി വൽ ഗാരിമീന വഫി സബീലില്ലാ വബിനി സബീൽ, ഈ 4 വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അതേ ഭാഷാ പ്രയോഗത്തിൽ ഒരുപക്ഷെ മീനിങ്ങിൽ വ്യത്യസ്ത ശ്രദ്ധ ക്ഷണിക്കുന്ന മറ്റൊരു വിഷയം ഫി അർ റിഖാബ് എന്നതാണ്. ഫി എന്നത് അതിൽ വിനിയോഗിക്കണം എന്നതാണ്. ഇതെന്താണ് നമ്മെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ 4 വിഭാഗക്കാർക്ക് ജക്കാത്ത് ലഭിച്ചാൽ അതവർക്ക് അവരുടെ ഇഷ്ടാനുസരണം വിനിയോഗിക്കാം, ചെലവഴിക്കാം. ഫക്കീറിന്, മിസ്കീന്, ആമിലീന അലൈഹ, മുഅല്ലഫത്ത് ഖുലൂബ്, ഇവർക്കൊക്കെ അവരുടെ ജക്കാത്ത് അവരുടെ ജീവിതത്തിലെ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാം, സ്വതന്ത്രരാണ്. മറിച്ച് ഇനി പറയുന്ന 4 വിഭാഗം, ഫിർ റിഖാബ് അടിമമോചനം, വൽ ഗാരിമീൻ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവൻ, വബിനി സബീൽ വഴിയാത്രക്കാരൻ, വഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവൻ, അവരെന്താവശ്യത്തിന് വേണ്ടിയാണോ ജക്കാത്ത് ദായകരെ സമീപിക്കുന്നത് അവരതേ ഇനത്തിൽ അത് ചെലവഴിച്ചുകൊള്ളണം. വകമാറ്റി ചെലവഴിക്കുക എന്നത് ഖുർആൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല. കാരണം ഉദാഹരണത്തിന് കടക്കാരന് ജക്കാത്ത് ഫണ്ടിൽ നിന്ന്, ജക്കാത്ത് കമ്മിറ്റിയിൽ നിന്ന്, ജക്കാത്ത് നൽകുന്ന ദായകരിൽ നിന്ന് സ്വീകരിക്കാം. പക്ഷേ ആ കടക്കാരൻ അത് കൊണ്ടുപോയി കല്യാണമോ സൽക്കാരമോ നടത്താൻ അയാൾക്ക് സ്വാതന്ത്ര്യമില്ല. കടം വീട്ടാൻ തന്നെ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഫീ എന്ന അതിൽ വിനിയോഗിക്കണം എന്ന പ്രയോഗം വരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടം അവിടെ തന്നെ അവൻ അവശേഷിക്കും. അതുപോലെ തന്നെ യാത്രക്കാരൻ, അദ്ദേഹം സ്വന്തം സുരക്ഷിതമായി സ്വദേശത്ത് തിരിച്ചെത്താനാണ് ആ സക്കാത്ത് ഫണ്ട് ഉപയോഗിക്കുന്നതെങ്കിൽ യാത്രക്ക് ഉപയോഗിച്ചുകൊള്ളണം. അതല്ലാത്ത വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് വീണ്ടും സക്കാത്ത് ദായകരെയോ കമ്മിറ്റിയെയോ ഫണ്ടുകളെയോ സമീപിക്കുക എന്നത് ഖുർആനിൻ്റെ പദപ്രയോഗങ്ങൾക്കും ആ ലി എന്ന ഫി എന്ന 2 പ്രയോഗങ്ങൾ മാറ്റി പ്രയോഗിക്കുന്നതിലും അത് അതിൻ്റെ അതിൻ്റെ ആശയത്തിന്, അതിൻ്റെ ആഴങ്ങൾക്ക് നിരക്കുന്നതല്ല, ഖുർആനിക നിർദ്ദേശങ്ങൾക്ക് നിരക്കുന്നതല്ല. ജക്കാത്ത് ദായകർ, അതുപോലെ തന്നെ കമ്മിറ്റികൾ ഇത്തരം ചില പരിഗണനകൾ കൂടി, മേൽനോട്ടം കൂടി അതിൽ നിർവഹിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ജക്കാത്ത് സ്വീകരിക്കുന്ന ആളുകളും ഈ നിബന്ധനകൾ പാലിക്കാൻ തയ്യാറാവേണ്ടതുണ്ട് എന്ന് ഖുർആനിക ആയത്തുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും എന്നതാണ് സത്യം.